മുഹമ്മദ് അസ്ലം കൂടി ചേരുന്നു കോഴിക്കോട്ട് നിന്ന്. അസ്ലം, മുഖ്യമന്ത്രി ആരാകുന്നതിൽ കോൺഗ്രസ് തീരുമാനമെടുക്കട്ടെ എന്നാണ് മുസ്ലിം ലീഗിന്റെ നിലപാട്. ഹൈക്കമാൻഡ് ചോദിക്കുമ്പോൾ മാത്രം അഭിപ്രായം പറഞ്ഞാൽ മതിയെന്നാണ്, തർക്കത്തിൽ പങ്കുചേരേണ്ടെന്നും പാർട്ടി നിലപാട് സ്വീകരിച്ചു എന്നാണ് വാർത്ത. പക്ഷേ സാദിഖലി തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഹൈക്കമാൻഡ് തങ്ങളോടുകൂടി അഭിപ്രായം തേടുമെന്നാണ് പ്രതീക്ഷ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ശരിക്കും അത് ലീഗ് അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടോ? അത് തന്നെയാണ്. അതായത് യുഡിഎഫിന്റെ ഒരു പതിവ് രീതി അനുസരിച്ച് കോൺഗ്രസിൻ്റെതായ രീതിയിൽ അവരുടെ അഭിപ്രായങ്ങൾ തേടുമ്പോൾ ഒപ്പം തന്നെ ഘടകകക്ഷിയുടെ അഭിപ്രായം കൂടി ഹൈക്കമാൻഡ് നേതൃത്വം തേടാറുണ്ട്. പ്രത്യേകിച്ച് പ്രധാനപ്പെട്ട ഘടകകക്ഷി നേതാക്കളുമായി അക്കാര്യത്തിൽ സംസാരം നടത്താറുണ്ട്. ആ ഘട്ടത്തിൽ തന്നെ തങ്ങളുടെ നിലപാട് പറയാമെന്ന് തന്നെയാണ് അദ്ദേഹം ഉന്നയിച്ചത്. അതേസമയം തന്നെ ഇതിൽ ആദ്യഘട്ടത്തിൽ തന്നെ അല്ലെങ്കിൽ ജനവികാരം വി.ഡി. സതീശന് അനുകൂലമാണ് എന്നുള്ള തിരിച്ചറിവ് മുസ്ലിം ലീഗിലുണ്ട്. ഒരുപക്ഷെ ആ കാര്യം അവർക്ക് മുന്നിൽ വെക്കും. പക്ഷേ തീരുമാനം ഹൈക്കമാൻഡ് കോൺഗ്രസ് എടുക്കുകയും ആ തീരുമാനത്തൊപ്പം നിൽക്കുക എന്നൊരു സമീപനമാണ് തന്നെയാണ് മുസ്ലിം ലീഗ് ഈ ഘട്ടത്തിൽ തീരുമാനിക്കുന്നത്. കാരണം ഏതെങ്കിലും ഒരു തർക്കത്തിന്റെ ഭാഗമായി പിന്നെ മുസ്ലിം ലീഗ് മാറുന്നു, പ്രത്യേകിച്ച് കോൺഗ്രസിന് വലിയ തോതിലുള്ള തർക്കം ഈ വിഷയത്തിൽ നടക്കുന്നുണ്ടെന്ന് ലീഗ് മനസ്സിലാക്കുന്നുണ്ട്. അതിലേതെങ്കിലും വിഭാഗത്തിന്റെ തർക്കത്തിന്റെ ഭാഗമായി മാറാൻ മുസ്ലിം ലീഗ് ആഗ്രഹിക്കുന്നില്ല. പക്ഷേ താഴെത്തട്ടിൽ ജനങ്ങളുടെയും പ്രവർത്തകരുടെയും ഒരു വികാരം പൊതുവെ വി.ഡി. സതീശന് അനുകൂലമാണ് എന്നത് അവർ പലഘട്ടത്തിൽ വ്യക്തമാക്കിയതാണ്. അത് കോൺഗ്രസ് പരിഗണിക്കുന്നെങ്കിൽ നല്ലത് എന്ന അർത്ഥത്തിൽ അവരുടെ അഭിപ്രായം പറയുന്നതിനപ്പുറത്തേക്ക് ആരെ തീരുമാനിച്ചാലും ശരി തന്നെ കോൺഗ്രസിലെ യു.ഡി.എഫിലെ പ്രധാനപ്പെട്ട കക്ഷി എന്ന നിലയിൽ അത് അംഗീകരിച്ചുകൊണ്ട് അതിനൊപ്പം നിന്ന് മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മുസ്ലിം ലീഗ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും അത്തരത്തിലുള്ള പരാമർശങ്ങളോ അത്തരത്തിലുള്ള വിവാദങ്ങളിലേക്കോ അത്തരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങളിലേക്കോ മുസ്ലിം ലീഗ് നേതാക്കൾ വരാൻ സാധ്യതയില്ല. അത് കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസ് തീരുമാനിക്കും. പക്ഷേ ഘടകകക്ഷികൾ എന്ന നിലയിൽ അത് ഒരു കൺസൾട്ടേഷൻ ഉണ്ടാകുക എന്ന് പറയുന്നത് യു.ഡി.എഫിലെ പതിവാണ്. അത് എല്ലാ തവണയും ഉമ്മൻചാണ്ടി ആയപ്പോഴും എ.കെ. ആന്റണി ആയപ്പോഴൊക്കെ തന്നെയും ആ അർത്ഥത്തിൽ ഹൈക്കമാൻഡ് നേതൃത്വം വന്ന് എം.എൽ.എമാരുടെ അഭിപ്രായം തേടുമ്പോൾ അതിലൊരു മാനദണ്ഡ അർത്ഥത്തിൽ ഘടകകക്ഷിയോടും അഭിപ്രായങ്ങൾ തേടും. അതുകൂടെ പരിഗണിച്ചിട്ടായിരിക്കും ശരിക്കും അവിടുത്തെ റിപ്പോർട്ട് നൽകുക എന്നുള്ളത് വസ്തുതയാണ്. അതേസമയം ആ കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് ഹൈക്കമാൻഡാണെന്നും അത് ആഭ്യന്തര പ്രശ്നമാണെന്നൊക്കെ തന്നെയും മനസ്സിലാക്കിക്കൊണ്ടൊരു സമീപനത്തിലേക്ക് പോകുന്നു. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും തരത്തിൽ ഏതെങ്കിലും നേതാക്കൾ ആ അർത്ഥത്തിലൊരു പ്രതികരണങ്ങളിലേക്ക് മുഖ്യമന്ത്രി ചർച്ച സംബന്ധിച്ചുള്ള പ്രതികരണങ്ങളിലേക്കോ തർക്കങ്ങളിലേക്കോ ആകേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കോൺഗ്രസ് തീരുമാനിക്കട്ടെ, അതുവരെ കാത്തിരിക്കാമെന്നൊരു നിലപാട് നിൽക്കുന്നു. എന്തായാലും 2 ദിവസമായി ഹൈക്കമാൻഡിന്റെ പ്രതിനിധികൾ കേരളത്തിലുള്ളപ്പോൾ സ്വാഭാവികമായും മുസ്ലിം ലീഗിന്റെ നേതൃത്വവുമായി അവർ ആശയവിനിമയം നടത്തും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുകയാണ് മുസ്ലിം ലീഗ് തങ്ങളുടെ നിലപാട് പറയാൻ. ശരി.